നമുക്കിനി ബീഹാറിലേക്ക് ഒന്ന് പോകാം. അവിടെ എന്തായി തെരഞ്ഞെടുപ്പ് ചൂട് എന്ന് നമുക്കറിയണം. ആദ്യഘട്ട വോട്ടെടുപ്പിനായി പത്രിക നൽകാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ബീഹാറിൽ NDAയിലും മഹാസഖ്യത്തിലും കലാപം എന്ന് തന്നെ പറയേണ്ടുന്ന അവസ്ഥയാണ്. ചിരാഗ് പാസ്വാന്റെ LJPക്ക് നൽകിയ 4 സീറ്റിൽ ഉൾപ്പെടെ 57 സീറ്റിൽ JDU സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. RJD നേതാവ് തേജസ്വി യാദവ് പത്രിക സമർപ്പിച്ചു. രാഘോപൂർ മണ്ഡലത്തിൽ നിന്നാണ് തേജസ്വി ജനവിധി തേടുന്നത്. 2ാം സ്ഥാനാർത്ഥി പട്ടികയും BJP ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. PR സുനിലാണ് ചേരുന്നത്. സുനിൽ, വെരി ഗുഡ് ഈവനിങ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ആവേശം എത്രത്തോളമായി? ഇരു മുന്നണികളിലും എന്തൊക്കെയാണ് നടക്കുന്നത്? പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പത്രിക നൽകാൻ 2 ദിവസം മാത്രമേ ഉള്ളൂ. എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്? സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ തർക്കങ്ങളൊക്കെ പരിഹരിക്കാനാകുന്നുണ്ടോ? വിനീത, തീർച്ചയായും പട്നയിലും ദില്ലിയിലുമൊക്കെ തന്നെ വലിയ നാടകീയ കാഴ്ചകൾ തന്നെയാണ്. ഏതായാലും പ്രധാനപ്പെട്ട പാർട്ടികളിൽ തന്നെ സീറ്റിനെ ചൊല്ലിയുള്ള വലിയ തർക്കമാണ്. ഇപ്പോൾ BJP 2 ഘട്ടങ്ങളിലായി കുറെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോഴും NDA സഖ്യത്തിൽ വലിയ തർക്കമാണ്. കാരണം JDUവിന്റെ കുറെ സീറ്റുകൾ LJPക്ക് നൽകിയെന്ന് ആക്ഷേപം ഉന്നയിച്ച് നിതീഷ് കുമാർ BJPയുമായി പിണക്കത്തിലാണ്. മാത്രമല്ല, ചിരാഗ് പാസ്വാന്റെ LJPക്ക് നൽകിയ സീറ്റുകളിൽ നിന്ന് JDU സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ വലിയ തർക്കം NDAയിൽ തുടരുന്നു. സമാനമായ രീതിയിൽ ഇന്ത്യ സഖ്യത്തിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകാത്ത സാഹചര്യമാണ്. RJDക്ക് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ടില്ല. കോൺഗ്രസും ഇതുവരെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. വിനീത ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 17-ാം തീയതിയാണ് ആദ്യഘട്ട വോട്ടെടുപ്പിനായി പത്രിക നൽകേണ്ട അവസാന തീയതി. അപ്പോൾ 2 ദിവസം മാത്രം അവശേഷിക്കുമ്പോഴും പ്രധാന പാർട്ടികൾക്ക് പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു അസാധാരണ സാഹചര്യം തന്നെയാണ് ബീഹാറിൽ നിലനിൽക്കുന്നത്. ഇന്ന് ദില്ലിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് കണ്ട കാഴ്ച എന്നത് ബീഹാറിൽ നിന്ന് സീറ്റ് മോഹികളായ ഒരുപാട് പേരുടെ കുത്തിയിരിപ്പ് സമരമാണ്. അങ്ങനെ വലിയ നാടകീയ കാഴ്ചകളാണ്. ഇന്ന് ഈ തർക്കങ്ങൾക്കിടയിൽ രാഘോപൂർ മണ്ഡലത്തിൽ, സിറ്റിംഗ് മണ്ഡലമായ രാഘോപൂർ മണ്ഡലത്തിൽ ഇന്ന് തേജസ്വി യാദവ് പത്രിക നൽകിയിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവിനും ഒപ്പം റാബ്രി ദേവിക്കും ഒപ്പം എത്തിയാണ് പത്രിക നൽകിയിരിക്കുന്നത്. ഇനി ഉടൻ തന്നെ RJD സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിലേക്ക് കടക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 2 രാത്രികളിൽ ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് ചുറ്റും ഒപ്പം തന്നെ നിതീഷ് കുമാറിന്റെ വസതിക്ക് ചുറ്റുമൊക്കെ തന്നെ പാർട്ടി അനുഭാവികളുടെയും സ്ഥാനമോഹികളുടെയും ഒക്കെ തന്നെ വലിയ തിക്കും തിരക്കുമൊക്കെയായിരുന്നു. അങ്ങനെ വലിയ നാടകീയ കാഴ്ചകൾ പട്നയിൽ തുടരുകയാണ്. അതിനിടയിൽ ഒരു വലിയ ട്വിസ്റ്റ് ഇന്നുണ്ടായിരിക്കുന്നത് രാഘോപൂർ മണ്ഡലത്തിൽ തേജസ്വി യാദവിനെതിരെ മത്സരിക്കുമെന്ന് ജൻസ്വരാജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം ആ ഒരു മത്സരത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം കൂടി ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം നിതീഷ് കുമാർ ബീഹാറിൽ ഇനി മുഖ്യമന്ത്രിയാകില്ല എന്ന് പ്രശാന്ത് കിഷോർ പറയുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. വലിയൊരു ആരോപണം ഇന്ന് നിതീഷ് കുമാറിനെതിരെയും BJPക്കെതിരെയും തേജസ്വി യാദവ് ഉയർത്തിയിരിക്കുന്നത് നിതീഷ് കുമാർ JDUവിനെ BJPക്ക് വിറ്റു എന്ന ഒരു വലിയ വിമർശനമാണ് ഇന്ന് തേജസ്വി യാദവ് ഉയർത്തിയിരിക്കുന്നത്. അങ്ങനെ വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങളുണ്ട്, വലിയ നാടകീയ കാഴ്ചകളുണ്ട് ബീഹാറിൽ ഇപ്പോൾ. ശരി, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് തീരുന്നതുവരെ ഏതായാലും ഇങ്ങനെ നാടകീയതയ്ക്ക് ഒരു കുറവ് ഉണ്ടാകില്ല അല്ലേ സുനിൽ? തീർച്ചയായും ബീഹാറിൽ ഏതായാലും സമീപകാല ചരിത്രത്തിൽ ഇതുപോലൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. 2 ദിവസം മുൻപ് അവിടെ കണ്ട കാഴ്ച എന്നത് ലാലു പ്രസാദ് യാദവ് RJD തീരുമാനിക്കുന്നതിന് മുൻപേ തന്നെ ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാർക്ക് ചിഹ്നം അനുവദിച്ചുകൊണ്ട്, സീറ്റ് അനുവദിച്ചുകൊണ്ട് തീരുമാനമെടുത്തതാണ്. തൊട്ടു പിന്നാലെ തേജസ്വി യാദവ് വന്ന് അത് തടയുന്നു. പിന്നീട് ഈ ചിഹ്നം തിരിച്ചു വാങ്ങുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയ നാടകീയ കാഴ്ചകളുണ്ട്. ഏതായാലും എത്ര ദിവസം ഇതൊക്കെ തുടരും എന്നത് കാത്തിരുന്ന് കാണണം. ഏതായാലും 17-ാം തീയതി ആരൊക്കെ പത്രിക നൽകും എന്ന കാര്യത്തിൽ ഇപ്പോഴും അഭ്യൂഹങ്ങൾ തുടരുകയാണ്. സീറ്റിനായി എല്ലാവരും കാത്തു നിൽക്കുകയാണ് പല മണ്ഡലങ്ങളിലുമൊക്കെ തന്നെ. അപ്പോൾ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ രഹസ്യമായി പോലും ചിലപ്പോൾ പത്രിക നൽകേണ്ട സാഹചര്യം പല സ്ഥാനാർത്ഥികൾക്കൊക്കെ തന്നെ ഉണ്ടാകും. ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ പിന്നീട് 2ാം ഘട്ടത്തിന് വേണ്ടിയുള്ള മത്സരമായിരിക്കും. ഏതായാലും തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ്. ഈ സീറ്റ് ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയായാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാവുകയുള്ളൂ. ഒരുപക്ഷെ ഒരു 25-ാം തീയതിയോ 28-ാം തീയതിയോ ഛഠ് പൂജയ്ക്ക് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ രാഷ്ട്രീയ പോരായി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നത്. സുനിൽ, ദില്ലിയിലിരുന്ന് ഇങ്ങനെ ബീഹാർ രാഷ്ട്രീയം നോക്കി കണ്ടാൽ മതിയോ? അങ്ങോട്ടേക്ക് പോകണ്ടേ? തീർച്ചയായും വിനീത, നമ്മൾ ഏതായാലും ഈ ദീപാവലിക്ക് ശേഷം, കാരണം ഈ പ്രചരണ പരിപാടികളൊക്കെ തന്നെ സജീവമാകുമ്പോഴാണ് രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ പുറത്തേക്ക് വരിക, അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ പറയുക. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ ജനങ്ങളെ, പ്രേക്ഷകരെ കേൾപ്പിക്കുക എന്നതാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അപ്പോൾ അതിനൊക്കെയായി നമുക്ക് അവരെ നേരിൽ കാണണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗം, തെരഞ്ഞെടുപ്പ് മണ്ണ് കൂടുതൽ സജീവമാകണം. അപ്പോൾ ഈ ദീപാവലിക്ക് ശേഷം, ഛഠ് പൂജയ്ക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകുമ്പോൾ നമ്മളും ബീഹാറിലേക്ക് പോകും. തേജസ്വി യാദവ്, പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായൊക്കെ സംസാരിക്കും. അതാണ് PR സുനിൽ സംഘവും എന്തായാലും ബീഹാറിലെ ഓരോ അപ്ഡേറ്റുകൾ നമുക്ക് നൽകുന്നുണ്ട്.